2-3 ദിവസമായിട്ട് അനിയത്തി കുട്ടികളൊക്കെ വന്നിട്ട് ഇളയച്ചനൊക്കെ. അപ്പം ഇന്ന് ഇളയച്ചന് വർക്കില്ല കേട്ടോ. അപ്പം ഇന്നലെ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് കറി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ തക്കാളി, ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അനിയത്തി. പിന്നെ അമ്മ മീനൊക്കെ കൊണ്ടുവന്ന് നന്നാക്കി റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ അവൾ ഇനി അതെല്ലാം കഷ്ണം വെട്ടുകയാണ് കേട്ടോ. പിന്നെ ഞാനും അനിയത്തിയും കൂടിയാണ് കേട്ടോ ഇന്ന് കിച്ചണിൽ. അപ്പം ഇന്ന് എന്തായാലും അവർ കുറേ ദിവസമായിട്ടോ വന്നിട്ട്, കുറേ ദിവസം പറഞ്ഞാൽ 4-5 ദിവസം ആവാനായിട്ട് വന്നിട്ട്. അപ്പോൾ അവരിന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം അവന് പണിയുണ്ട്, ഇവര് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ചോറ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അവൻ ചോറ് വേണ്ടാന്ന് പറയും കേട്ടോ. അവൾ ആകെ റെസ്റ്റ് എടുക്കാനല്ലേ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അവൻ 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാൽ നാളെ പോവാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് രാവിലെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ഏതായാലും ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രാവിലെ ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെയൊക്കെ പോകണം, ഉച്ചയാകുമ്പോഴത്തേന് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെയാണ് തലേ ദിവസം മീൻ കൊണ്ടുവന്നപ്പോഴത്തേനാണ് കേട്ടോ ഇന്നലെയൊക്കെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാ എല്ലാം കൂടി നന്നാക്കാനും സമയം വേണം. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഭയങ്കര വർക്കായിരുന്നു കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം അലമാര അങ്ങോട്ട് മാറ്റലും തുണികൾ എടുത്ത് വെക്കലും അങ്ങനെയായിട്ട് ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ആ സ്റ്റോർ റൂം ഒക്കെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ചിക്കൻ വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തിനാ കുറേ മീനും കൂടി വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുക. കാരണം രാവിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് മീൻകറി നല്ല രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് നന്നാക്കി വെക്കാനൊക്കെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങളൊരു 10-11 മണി വരെ ആ അലമാരയായിട്ട് ഞങ്ങൾ മല്ലിക്കെട്ടിയിരിക്കുന്നു കേട്ടോ, ഈ മക്കളെയും കൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് അമ്മ നന്നാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് അടുപ്പത്ത് തന്നെ ചോറൊക്കെ വാർത്ത് വെച്ചു കേട്ടോ. അങ്ങനെ വാർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇതാ മീൻ കറിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെന്തെല്ലാം ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പം ഇനി തീയാണെങ്കിൽ നമ്മൾ എത്ര കത്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കത്തിച്ചാണ് നല്ല ഇതിലായിട്ട് കത്തിവിട്ട് പോകും കേട്ടോ. ഇല്ലേ ചില സമയത്താണ് ഇത് കത്തിപ്പിടിക്കുകയില്ല കേട്ടോ. നമ്മൾ അർജൻറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയില്ല കേട്ടോ. അങ്ങനെയാണ് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ, നമ്മളെ പ്രാന്ത് പിടിപ്പിക്കും. അപ്പോൾ വിചാരിക്കും ഗ്യാസിൽ വെച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ എന്തായാലും ഈ ചട്ടിയാണെങ്കിൽ കുറച്ച് നടുഭാഗം കുറച്ച് കുണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചട്ടിക്ക് കണ്ണും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എത്തി വലിഞ്ഞൊക്കെ നോക്കി എന്തായാലും ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം അടി പിടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇത് നല്ല എണ്ണ മയങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പിന്നെ ചെറുതായിട്ടൊന്ന് അടി പിടിക്കുമല്ലോ, അതിൻ്റെ ഒരു ഇത് പശയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വയറ്റുമ്പോൾ അത് അടി പിടിച്ച് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇളക്കി കൊടുത്തേക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഇനി പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പുളി നോക്കുമ്പോൾ പുളി വെച്ച് വെക്കാമെന്ന് കേട്ടോ വിചാരിച്ച് നോക്കുമ്പോൾ പുളി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കുടംപുളി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അത് വെള്ളത്തിലിടാൻ ഞാനിത് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ. അയ്യോ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചില്ലേ ചോദിച്ചിട്ടോ അനിയത്തിയോട്. അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ ചേച്ചി ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഉള്ളിയും ഇതൊക്കെ വാട്ടുന്ന സമയത്താണ് അവൾ അതെല്ലാം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. അപ്പോൾ അയില മീനാണ് കേട്ടോ, വറുക്കാൻ നത്തിള് മീൻ കേട്ടോ. അപ്പോൾ ആ അമ്മ രാവിലെ കുറച്ച് നേരം ഇതിൽ മല്ലിക്കെട്ടിയിരിക്കണം കേട്ടോ. ഈ മക്കളെയും വെച്ചിട്ട് മക്കളെ അപ്പോഴത്തേന് ഞങ്ങൾ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഇത് അവരെ കളിക്കാൻ വിട്ടിട്ടുണ്ട്. ഫോണിലാണ് കളി. ഇളയച്ചൻ അവിടെ TV കണ്ടിരിക്കണു, മക്കളത് അവിടെ ഫോണും കണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഇന്നലെ മത്തം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാനെല്ലാം മാറിപ്പോയല്ലോ. അപ്പം ഇന്ന് മത്തം വയ്ക്കാനായിട്ട് അവളത് നന്നാക്കി എടുക്കുന്നുണ്ട്. അമ്മ അതാ തേങ്ങ വെയിലത്തിടണു. അങ്ങനെ ഓരോരോ തിരക്കാട്ടോ, ആർക്കും ഒഴിവൊന്നുമില്ല കേട്ടോ. മക്കൾക്ക് ഇതാ ഓരോരുത്തരെ ഓരോ പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയിട്ട് ഇതാ ഇളയച്ചൻ ഇതാ ഫോണിൽ പാട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഡിങ്കിരി പട്ടാളാണ് മക്കളതാ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ അവർ വഴക്കിടും കേട്ടോ രണ്ടാളും കൂടി. അപ്പോൾ ഈ ചെറുത് നല്ല തോണ്ടാനൊക്കെ അറിയാം കേട്ടോ. റീലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ മേലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും കേട്ടോ അവള്. മറ്റവൾക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഞാൻ അധികം ഫോൺ കളിക്കാൻ കൊടുക്കാറില്ല. ഇവിടെ TV-യിലോട് TV-യുടെ മുമ്പിൽ അങ്ങനെ അവളെ പിടിച്ചിരുത്തു കേട്ടോ. അവിടെ അവളുടെ വീട്ടിൽ പിന്നെ TV ഇല്ലാത്തതുകൊണ്ട് ഫോൺ തന്നെ ശരണം. അപ്പോൾ ഫോണ് നമുക്ക് ഒന്നൊന്നും ചെയ്യാനും പിടിക്കാനൊന്നും തരില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പുമുളക് ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞിനീനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ കുഴപ്പമില്ല എല്ലാം അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് അവൾ തന്നെ മത്തനൊക്കെ നുറുക്കി പച്ചമുളകും അതേപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ചെറിയുള്ളിയൊക്കെ നുറുക്കിയിട്ട് അതാ ഗ്യാസിൻ്റെ മുകളിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വെന്ത് വരണം. അങ്ങനെ എന്തായാലും മീനൊക്കെ വറുത്ത് കോരി വെച്ചു. മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു, ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇനി അവൾക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്യൽ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലും കഴിഞ്ഞിട്ട് അവൾ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഇതാ പുറപ്പെടുകയാണ് കേട്ടോ.
പിന്നെ കുഞ്ഞാറ്റ അവളുടെ കൂടെ ഉണ്ട് കേട്ടോ, മക്കളെയൊക്കെ പുറപ്പെടുവിപ്പിച്ചിട്ടോ കുഞ്ഞാവേനെ. അപ്പോൾ അവളുടെ വിചാരം ഇവളെയും കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അവർ ഞങ്ങളുടെ പുറകെ വന്നല്ലോ. അപ്പോൾ ഇനി അവർ അങ്ങോട്ട് പോകുമ്പോൾ പുറപ്പെട്ട് പോവുകയാണെങ്കിൽ കൂടെ ഞങ്ങളും പോകും തന്നെയാണ് തോന്നുന്നത് കുട്ടിയുടെ വിചാരം കേട്ടോ. അപ്പോൾ പാവം കുഞ്ഞുണ്ണിയുടെ കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല, വിഷമിക്കുകയോ കരയോ എന്നൊക്കെ വിചാരിച്ച് അവളിങ്ങനെ പറയുകയാണ്. അമ്മ അത് അവൾക്ക് കൊണ്ടാവും കുറച്ച് മഞ്ഞൾപ്പൊടി ആക്കുന്നുണ്ട് കേട്ടോ കുപ്പിയിലൊക്കെ. അങ്ങനെ ഇതാ പുറപ്പെടലൊക്കെ കഴിഞ്ഞു. ഇതാ കുഞ്ഞാവ എല്ലാവർക്കും ഉമ്മ കൊടുക്കുക കേട്ടോ. അതിനെ കണ്ട പിന്നെ ഇങ്ങനെ അവൾ പോകുമ്പോൾ ഒരു വിഷമമായിരിക്കും കേട്ടോ. കണ്ട ആ ചേച്ചിക്ക് ഉമ്മ കൊടുക്കണുണ്ട് കേട്ടോ. ചേച്ചി അതാ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരുവിധം ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ അതാ ഇനി പോവാൻ ഇതാ ടാറ്റയൊക്കെ കൊടുക്കാണ് കേട്ടോ. എല്ലാവർക്കും ഓരോരുത്തർക്കും ഉമ്മ കൊടുത്തു. അപ്പം ഞാനിക്കില്ലേന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാവ എന്നെ നോക്കുക കേട്ടോ. അതാ ഉമ്മ തരാൻ വരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്തൊക്കെ വന്നതാ ഉമ്മയൊക്കെ തന്നു. അതിലെങ്ങനെ കുഞ്ഞാറ്റ അപ്പോഴത്തേനും ഫോണ് പിടിച്ചപ്പോഴത്തേനും അവൾ മുമ്പിൽ വന്ന് നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ കുഞ്ഞാവ എനിക്ക് ഉമ്മ തന്നു കേട്ടോ. അത് വേറൊരു രസമുണ്ട് കേട്ടോ. ഇവര് പൂവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ മുമ്പിൽ കുഞ്ഞാറ്റ അതാ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അവള് മുറ്റത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോയിട്ടാ. സിറ്റ് ഔട്ട് ഇറങ്ങിപ്പോയിട്ട് ഇവരാരും അനങ്ങണില്ല എന്ന് കണ്ടപ്പോൾ ഇളയച്ചനെ വന്ന് വിളിച്ചു, കുട്ടിയച്ച വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞതാ. കുട്ടിയച്ചനെ അതാ നീച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പുറകെ കുഞ്ഞാറ്റയും പോണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓടി ചെന്നിട്ട് എന്നെ എടുക്കുന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയാണ് കേട്ടോ കൈ കാട്ടുന്നത്. കുഞ്ഞാവേനെയാണ് കണ്ടു മുമ്പിൽ. പാവം കുഞ്ഞാവേനെ എടുത്തിട്ട് അവ എടുക്കും ചെയ്തു കേട്ടോ. അപ്പം മെയിൻ ചെയ്യണില്ല എന്ന് കണ്ടപ്പോൾ അവള് വേഗം അവന്റെ പിന്നാലെ ഇറങ്ങി ചെല്ലിയാണ് അവളെയും കൊണ്ടുവന്ന് പറഞ്ഞിട്ടേ. അങ്ങനെ എന്നിട്ട് പിന്നെ മേമീനെയും വിളിക്കുകയാണ്, വാ മേമി നമുക്ക് പോവുക പറഞ്ഞിട്ട് പാവം കുട്ടി കാത്തു നിൽക്കുക കേട്ടോ. അങ്ങനെ ഒരു വിധം പുറകെ പോയിട്ടോ. കുഞ്ഞാവേനെ ബൈക്കിൽ ഇരുത്തിയപ്പോൾ ഇവളും പുറകെ പോയിട്ട് ഇതാ ബൈക്കിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇനി അവളിനെ അത് മേലേക്കൊന്ന് കയറ്റണം രണ്ടുപേരെയും കൂടി. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല കേട്ടോ. ബഹളം വെക്കുകയോ കരയോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ രണ്ടാളെയും കൂടി ഒന്ന് ബൈക്കിലിരുത്തിയിട്ട് മേലേക്ക് കനാലിൻ്റെ മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ പിന്നെ കുഞ്ഞാവയ്ക്ക് ഇരുന്ന് നല്ല ശീലമാണ്. കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ ബൈക്കിലിരുന്നുള്ള ശീലമല്ല. അങ്ങനെ ഞങ്ങൾ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇതാ കനാലിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഇതാ അവളിനെ ഇറക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ. ഇത് ഭയങ്കര ബഹള. ഇതുപോലെ അവള് വിഷമിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ അവള് വിഷമിച്ച്. അങ്ങനെ അവരിതാ യാത്ര പറഞ്ഞിട്ട് അവർ 3 പേരും പോയി കേട്ടോ.